ട്രാവൽ വാരിയേഴ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പോകുന്നത് മേഘങ്ങൾ പെയ്തിറങ്ങുന്ന മേഘമലയിലേക്കാണ്. അത് തമിഴ്നാട്ടിൽ സ്ഥിതി ചെയ്യുന്ന അതിമനോഹരമായ തമിഴ്നാടിൻ്റെ മൂന്നാർ എന്നൊക്കെ അറിയപ്പെടുന്ന മേഘമലയിലേക്കാണ് നമ്മുടെ യാത്ര ചെയ്യുന്നത്. നമ്മൾ ഈ പോയിക്കൊണ്ടിരിക്കുന്ന വഴി എന്ന് പറയുന്നത് കമ്പത്തു നിന്നാണ്. കമ്പത്തുനിന്ന് ദിണ്ടിഗൽ അല്ലെങ്കിൽ മധുരയ്ക്ക് പോകുന്ന റൂട്ടിൽ നിന്ന് നമ്മുടെ ചിന്നമണ്ണൂർ എന്ന സ്ഥലമുണ്ട്. അത് കഴിഞ്ഞ് കഴിയുമ്പം ഇടതേക്ക് തിരിഞ്ഞ് കയറി പോവുകയാണ്. ഈ മേഘമല എന്ന സ്ഥലം ശരിക്കും കുമ്മളിക്ക് അടുത്ത് തന്നെ സ്ഥിതി ചെയ്യുന്നൊരു സ്ഥലമാണ് കേട്ടോ. നമ്മുടെ കേരള തമിഴ്നാട് ബോർഡറിൽ കുമ്മളിക്ക് അടുത്തായിട്ട് സ്ഥിതി ചെയ്യുന്ന സ്ഥലമാണ്. പക്ഷേ നമുക്ക് കുമ്മളിയിൽ നിന്ന് ഡയറക്റ്റ് മേഘമലയിലേക്ക് പോകാൻ പറ്റത്തില്ല. നമുക്ക് ഇവിടുന്ന് ഇപ്പോൾ കുമ്മളിയിൽ നിന്ന് വരുവാണെങ്കിൽ നമ്മൾ കമ്പത്ത് വന്നതിന് ശേഷം അവിടുന്ന് ഏകദേശം 68 കിലോമീറ്ററോളം ദൂരത്തിൽ കറങ്ങി വേണം നമ്മൾ മേഘമലയിലേക്ക് വരാൻ. ഇപ്പോൾ പോകുന്ന വഴീനെ പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ വഴിയൊക്കെ സൂപ്പറാണ് കേട്ടോ. നല്ല അടിപൊളി വഴിയാണ്. പിന്നെ മേഘമലയ്ക്കുള്ള ബോർഡൊക്കെ നമുക്ക് പോകുന്ന വഴിക്ക് കാണാൻ പറ്റും. അപ്പോൾ നമ്മളിത് ചെക്ക് പോസ്റ്റിൽ എത്തിയിരിക്കുകയാണ്. ഇവിടെ ചെക്ക് പോസ്റ്റിൽ നമ്മൾ വണ്ടിയുടെ ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം കൊടുക്കണം. കൊടുത്തതിന് ശേഷമാണ് നമുക്ക് കയറി പോകാൻ പറ്റത്തുള്ളൂ. അപ്പോൾ നമ്മൾ ചെക്ക് പോസ്റ്റിലെ എല്ലാ ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ മേഘമലയിലേക്ക് വരുമ്പോൾ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം എന്ന് പറയുന്നത് രാവിലെ 6 തൊട്ട് വൈകിട്ട് 6 വരെയാണ് എൻട്രൻസ് ഉള്ളൂ. 6 മണിക്ക് ശേഷമാണ് കയറ്റി വിടത്തുള്ളൂ. 6 മണിക്ക് മുമ്പ് തന്നെ തിരിച്ചിറങ്ങുകയും വേണം. അതിൻ്റെ കാരണം പോകുന്ന വഴിക്ക് വന്യമൃഗങ്ങളുണ്ട്. ആന, കാട്ടുപോത്ത് തുടങ്ങിയ ജീവികളൊക്കെ ഇറങ്ങുന്ന ഒരു സ്ഥലം കൂടിയാണ് മേഘമല. അപ്പം മേഘമലയ്ക്ക് പോകുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ശരിക്കും ഈ ടൈമിംഗ് എന്ന് പറയുന്നത്. പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ മേഘമല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വഴിയൊക്കെ അത്യാവശ്യം മോശമായിരുന്നു. പക്ഷേ ഇപ്പോൾ ഒക്കെ മേഘമലയ്ക്ക് നല്ല കിടിലം വഴിയാണ്. റോഡിന് ഇപ്പോൾ ഈ കുറച്ച് ദൂരം മാത്രമേ ഇച്ചിരി വീതി കുറവുള്ളൂ. അങ്ങ് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല വീതിയുണ്ട്. അതുപോലെ നല്ല റബ്ബറൈസ് ടാറിങ് ആണ്. പിന്നെ ഹെയർ പിൻസ് ഉണ്ട് കേട്ടോ. പക്ഷേ ഹെയർ പിൻസ് ആണെങ്കിലും അത്ര വലിയ ഹെവി ഹെയർ പിൻസ് ഒന്നുമല്ല. നമുക്ക് ഈസി ആയിട്ട് പോകാൻ പറ്റിയ നല്ല റോഡാണ്. പിന്നെ അതിരാവിലെയും അല്ലെങ്കിൽ നല്ല വൈകിയ സമയത്ത് ഒരു 5 മണി സമയത്തൊക്കെയാണ് മൃഗങ്ങളെ കൂടുതൽ കാണാൻ പറ്റത്തുള്ളൂ. ആനയൊക്കെ ഇറങ്ങുന്ന സ്ഥലമുണ്ട്. പോകുന്ന വഴിക്കൊക്കെ ഇഷ്ടംപോലെ ബോർഡും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അങ്ങനെ ഉള്ള പ്രശ്നങ്ങളൊക്കെ ഉള്ളതാണ്. നമ്മൾ അലേർട്ടായിട്ട് വേണം പോകാൻ. പിന്നെ പോകുന്ന വഴിക്ക് നമ്മളവിടെ ചെന്നതിന് ശേഷം സ്റ്റേ ചെയ്യാനുള്ള ഇത് കിട്ടാൻ ഭയങ്കര പാടാണ്. കാരണം മേഘമല എന്ന് പറഞ്ഞത് നമ്മുടെ മൂന്നാർ പോലെ ഒരു ഭൂപ്രകൃതിയാണെങ്കിലും അവിടെ അധികം ഹോട്ടൽസോ കാര്യങ്ങളോ അല്ലെങ്കിൽ സ്റ്റേ ചെയ്യാനുള്ള സൗകര്യങ്ങളോ ഒന്നുമില്ല. നമ്മൾ നേരത്തെ ബുക്ക് ചെയ്ത് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ 1-2 അല്ലെങ്കിൽ മാക്സിമം 3-4 സ്റ്റേ ചെയ്യാനുള്ള സൗകര്യങ്ങളൊക്കെ ഉള്ളൂ അവിടെ. അപ്പം നിങ്ങൾ അത് കാരണം നിങ്ങൾ മേഘമലയ്ക്ക് പോകുന്നതിന് മുമ്പ് നേരത്തെ തന്നെ അവിടെ നിങ്ങൾ കിടക്കുന്നുണ്ടെങ്കിൽ അത് നേരത്തെ സ്റ്റേ ഉറപ്പിച്ചതിന് ശേഷം മാത്രമേ പോകാവുള്ളൂ. കാരണം അവിടെ ചെന്ന് കഴിഞ്ഞാൽ കിട്ടത്തില്ല. പിന്നെ നല്ല ഹോട്ടൽസ് എന്ന് പറയാൻ അധികം കുറവാണ് കേട്ടോ. മേഘമലയിൽ ചെറിയ ചെറിയ ചായക്കടകളും അതുപോലെ ചെറിയ ചെറിയ ഹോട്ടൽസും കാര്യങ്ങളൊക്കെ ഉള്ളൂ. അധികം ഹോട്ടലോ കാര്യങ്ങളോ ഒന്നുമില്ല. അപ്പോൾ നമ്മൾ ഫുഡും നിങ്ങൾക്ക് പ്രിപ്പയർ ചെയ്ത് അല്ലെങ്കിൽ കരുതിക്കൊണ്ട് പോകുന്നതും വളരെ ബെറ്റർ ആയിരിക്കും. അപ്പം നമ്മൾ ഈ യാത്ര മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ നമുക്ക് തോന്നും നല്ല കാടാണല്ലോ, ഈ കാട്ടിക്കൂടെയുള്ള യാത്രയാണല്ലോ എന്ന്. ശരിക്കും ഒരു മേഘമല എന്ന് പറഞ്ഞ സ്ഥലം ഒരു മറഞ്ഞിരിക്കുന്ന സ്ഥലം തന്നെ കേട്ടോ. കാരണം നമ്മൾ ഈ യാത്രയിൽ ഇങ്ങനെ ഉടനീളം കാടൊക്കെ കണ്ടിങ്ങനെ പോയപ്പോൾ നമ്മൾ അങ്ങ് അകലെ നോക്കിയാൽ പോലും ഒരു തേയിലച്ചെടികളോ ഒന്നും കാണാൻ പറ്റത്തില്ല. എങ്ങും 2 സൈഡും കാടും അതുപോലെ തിങ്ങി നിറഞ്ഞ് നിൽക്കുന്ന മരങ്ങളും കാര്യങ്ങളൊക്കെ മാത്രമേ കാണാൻ പറ്റുള്ളൂ. പിന്നെ പെട്ടെന്നാണ് നമ്മളിങ്ങനെ ഒളിച്ചിരിക്കുന്ന ആൾ പുറത്ത് വരും പോലെയാണ് മേഘമലയുടെ ഒരു രംഗപ്രവേശം എന്ന് പറയുന്നത്. അങ്ങനെ നമ്മളിതേ മേഘമലയിലേക്ക് കടക്കുകയാണ്. കണ്ടില്ലേ, നല്ല പച്ചപ്പ് നിറഞ്ഞ അടിപൊളി സ്ഥലമാണ് കേട്ടോ. നമ്മുടെ എന്നാ പറയണേ, ഈ സ്കോട്ട്ലൻഡ് അതുപോലെ സ്വിറ്റ്സർലൻഡ് പോലത്തെയൊക്കെ ഒരു ഭൂപ്രകൃതിയാണ് ഇവിടെ. അതാണ് മേഘമലയെ വ്യത്യസ്തമാക്കുന്നത്. നമ്മൾ മൂന്നാറിലൊക്കെ ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു പ്രകൃതിയുടെ ഭംഗി ആസ്വദിക്കാൻ ഒരു പരിധിയുണ്ട്. കാരണം എന്ന് നോക്കിയാലും കെട്ടിടങ്ങൾ, ഹോട്ടൽസ്, മറ്റത് മറിച്ച് അങ്ങനെയൊക്കെയാണ്. പക്ഷേ ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കെട്ടിടങ്ങൾ വളരെ കുറവാണ്. അങ്ങനെ കെട്ടിടങ്ങൾ ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ തേയില നുള്ളുന്ന തൊഴിലാളികൾ താമസിക്കുന്ന ലയങ്ങൾ മാത്രമേ ഇവിടെ കെട്ടിടങ്ങളായിട്ടുള്ളൂ. അല്ലാതെ വേറെ കെട്ടിടങ്ങളൊന്നും ഇവിടെ ഇല്ല. വളരെ ചുരുക്കം കെട്ടിടങ്ങൾ മാത്രമേ ഉള്ളൂ. അല്ലാതെ ഉള്ളത് കണ്ടില്ലേ, നല്ല പച്ചപ്പൊക്കെ നിറഞ്ഞിങ്ങനെ പുതപ്പ് വിരിച്ച പോലെ ഇങ്ങനെ കിടക്കുകയാണ് നമ്മുടെ മേഘമലയിലെ തേയിലത്തോട്ടങ്ങളെല്ലാം. അതിമനോഹരമാട്ടോ കാണാൻ.
നമ്മൾ ഏറെ നേരത്തെ യാത്രയ്ക്ക് ശേഷം നമ്മൾ മേഘമലയിൽ എത്തിയിരിക്കുകയാണ്. ഇതാണ് മേഘമല എന്ന് പറയുന്നത്. ശരിക്കും നമുക്ക് ഇവിടെ നിന്ന് മേഘമലയിൽ നിന്ന് മഹാരാജ മെട്ട് എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് 18 കിലോമീറ്ററും ഇരവങ്ങലാർ അങ്ങനെ എന്തോ ഒരു സ്ഥലപ്പേരാണ്, അതിലേക്ക് 20 കിലോമീറ്ററും പിന്നെ ഹൈവേസ് ഡാമിലേക്ക് 5 കിലോമീറ്ററാണ് ഉള്ളത്. അപ്പോൾ ഇങ്ങോട്ട് വരുന്നവർ ഈ മേഘമലയെ വരെ മാത്രം വരാതെ, അല്ലെങ്കിൽ ഈ കാണുന്ന ഈ സ്ഥലം വരെ മാത്രം വരാതെ നിങ്ങൾ എന്നാ പറയണേ അങ്ങോട്ടും കൂടെ പോയി നോക്കുക കേട്ടോ. കാരണം അങ്ങോട്ട് ഒത്തിരി സ്ഥലങ്ങൾ കാണാനുണ്ട്. ഇപ്പോൾ കണ്ടില്ലേ, ഇതാണ് മേഘമല എന്ന് പറഞ്ഞ സ്ഥലം. തൊഴിലാളികൾ താമസിക്കുന്ന ലയങ്ങളാണ് ഈ കാണുന്നത്. പിന്നെ ചുറ്റും ഉയർന്ന മലനിരകളും അതുപോലെ ഇങ്ങനെ പരന്ന് കിടക്കുന്ന തേയിലച്ചെടികളുമാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത. പിന്നെ മൂന്നാറിനേക്കാളും ഭംഗിയുണ്ട് ഇവിടുത്തെ ഭൂപ്രകൃതിക്ക്. അവിടുത്തെ മൂന്നാറിലെ തേയിലച്ചെടികളെക്കാളും ഭംഗി ഇവിടെ മേഘമലയ്ക്ക് തോന്നിച്ചു കേട്ടോ. അതെൻ്റെ തോന്നലാണോ എന്ന് അറിയത്തില്ല. ഏതായാലും മൂന്നാറിനേക്കാൾ ഒരു എന്തോ ഒരു വശ്യത നമ്മുടെ മേഘമലയ്ക്കുണ്ട്. കണ്ടില്ലേ, ഇവിടെ പയ്യന്മാർ ക്രിക്കറ്റ് കളിക്കുകയാണ് കേട്ടോ. ഇവിടെ ഈ തൊഴിലാളികളുടെ മക്കളൊക്കെയാണ് ഇവിടെ താമസിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ കുറച്ച് പേരൊക്കെ ഉള്ളൂ. അവർ ഈ തേയിലനുള്ളിൽ ജീവിക്കുന്നവരാണ്. പിന്നെ ഈ ചെറിയ ചെറിയ ചായക്കടകളും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇട്ട് ജീവിക്കുന്നവരാണ് ഇവിടെ കൂടുതലും. അപ്പോൾ നമ്മളിതേ വീണ്ടും മേഘമലയിൽ നിന്ന് ഹൈവേസ് ഡാമിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. പോണ വഴിക്ക് മേഘമലയിൽ നിന്ന് ഹൈവേസ് ഡാം, പിന്നെ മഹാരാജ മെട്ട് വരെ നമുക്ക് പോകാം. അതിൽ ഹൈവേസ് ഡാം കഴിഞ്ഞ് കുറച്ചും കൂടെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ വഴി പിന്നെ ഇച്ചിരി മോശമാണ്. അപ്പം ഈ മേഘമലയിൽ നിന്ന് ഏകദേശം ഒരു 10-12 കിലോമീറ്റർ ദൂരമാണ് ഇത്രയും നല്ല റോഡുള്ളൂ. അപ്പോൾ ആ റോഡ് തീരുന്ന വരെ നമുക്ക് പോകാം. ആ പോകുന്ന വഴിക്കെല്ലാം നിറയെ കാഴ്ചകളാണ് കേട്ടോ. അപ്പോൾ നമുക്കിവിടെ വണ്ടി ഒന്ന് നിർത്തി നോക്കാം. ഇവിടുത്തെ കാഴ്ചകളാണ് നമുക്കിനി കാണാം. കണ്ടില്ലേ, ആ ഹൈവേസ് ഡാമിൻ്റെ കുറച്ച് ഏരിയാസാണ് ആ വെള്ളം പോലെ നടുക്ക് ഇങ്ങനെ തടാകം പോലെ കയറി കിടക്കുന്ന അതിമനോഹരമായ കാഴ്ചയാണ് കേട്ടോ. അവിടെ ഒരു ചെറിയ പള്ളിയും അതുപോലെ പോലീസ് സ്റ്റേഷൻ, അതുപോലെ പിന്നെ ഉള്ളത് അവിടുത്തെ തൊഴിലാളികളുടെ ലയം. ഇത്രയാണ് ഈ മേഘമലയിൽ നിന്ന് ഇങ്ങ് പോരുമ്പോൾ നമുക്ക് ഈ ഹൈവേസ് ഡാമിന് അടുത്തായിട്ട് നമുക്ക് കാണാൻ പറ്റുന്ന കാര്യം. അപ്പം നമുക്ക് ഹങ്ങിങ്ങായിട്ട് തൊഴിലാളികൾ തേയില നുള്ളുന്ന കാഴ്ചകളൊക്കെ നമുക്ക് കാണാൻ പറ്റും. ഇവിടെ വേറെ വരുമാന മാർഗ്ഗങ്ങളൊന്നുമില്ല കേട്ടോ. ഉപജീവന മാർഗ്ഗം എന്ന് പറയുന്നത് തേയില തന്നെയാണ്. തേയില നുള്ളി ജീവിക്കുന്നവർ മാത്രമേ ഇവിടെ ഉള്ളൂ. ഇവിടെ നമുക്ക് കണ്ടില്ലേ, ചേച്ചിമാർ തേയില നുള്ളുന്ന കാഴ്ച കാണാം. മനോഹരമായ കാഴ്ചയാണ്. അവർ അതിരാവിലെ തന്നെ ഇവിടെ തേയില നുള്ളി തുടങ്ങും. അത് കഴിഞ്ഞിട്ട് വൈകിട്ട് വണ്ടി വന്ന് തേയില ഇവിടെ നിന്ന് പിക്ക് ചെയ്ത് കൊണ്ടുപോകുന്ന കാഴ്ച നമുക്ക് കാണാൻ പറ്റും. ഏതായാലും ഓരോ ഫ്രെയിമുകളും വരച്ചു വെച്ച പോലത്തെ ഒരു രൂപമാണ് കേട്ടോ മേഘമലയുടെ. ശരിക്കും നമുക്ക് ചില ഫ്രെയിമുകളൊക്കെ കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എന്നാ പറയണേ, വിശ്വസിക്കാൻ പറ്റാത്ത അത്ര മനോഹരമാണ് ശരിക്കും ഈ മേഘമലയുടെ ഓരോ മുക്കും മൂല എന്ന് പറയുന്നത്. തേയിലയൊക്കെ നുള്ളിയ ശേഷം ചാക്കി കെട്ടി അവരുടെ വണ്ടി കിടക്കുന്നിടത്തേക്ക് കൊണ്ടുപോകുന്ന കാഴ്ചയാണ് ഈ കാണുന്നത്. അപ്പോൾ അവരുടെ പണിയൊക്കെ ഏകദേശം കഴിഞ്ഞു. ഏകദേശം ഒരു 3 മണി 4 മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് അവർ കുറച്ച് പേര് തേയില നുള്ളി കഴിയും. അപ്പോൾ അവർ ആ നുള്ളിയ തേയിലയും കൊണ്ട് അവരിൽ നിന്ന് അവരുടെ പണിയൊക്കെ നിർത്തി അവരവരുടെ ലയങ്ങളിലേക്ക് മടങ്ങുന്ന കാഴ്ചയാണ് കാണുന്നത്. അങ്ങനെ അവിടുത്തെ കാഴ്ചകൾ കണ്ട ശേഷം നമ്മൾ വീണ്ടും കുറച്ച് ദൂരം കൂടെ മുന്നോട്ട് പോകാൻ നമ്മൾ തീരുമാനിച്ചു. അങ്ങനെ മഹാരാജ മെട്ട് പോകുന്ന വഴിയിലേക്ക് നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. പോകുന്ന വഴികളെല്ലാം കണ്ടില്ലേ, അതിമനോഹരമാണ്. അപ്പം നമ്മളിവിടെ മെൽമണലാർ എന്ന് പറഞ്ഞൊരു സ്ഥലത്ത് എത്തിയിരിക്കുകയാണ്. അവിടെ എത്തിയതിന് ശേഷം നമുക്ക് വേണമെങ്കിൽ
മുന്നോട്ട് ഇവിടുന്ന് വണ്ടി വിളിച്ച് നമുക്ക് വേണമെങ്കിൽ പോകാം കേട്ടോ. 1000 രൂപ എങ്ങാണ്ടാണ് ഫീസ്. കാരണം ഈ മണലാർ എന്ന് പറഞ്ഞ സ്ഥലം കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു കിലോമീറ്ററാണ് നല്ല റോഡുള്ളൂ. പിന്നെ അവിടെ നിന്ന് സോളിങ് ചെയ്ത റോഡാണ്. അപ്പം നമുക്ക് കാറിനൊക്കെ പോകാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് വേണമെങ്കിൽ അവിടുന്ന് മഹാരാജമഠത്തിലേക്ക് നമുക്ക് എന്താ പറയുക, ഈ വണ്ടി ടാറ്റ സുമയുണ്ട് ഇവിടെ, അത് വിളിച്ച് നമുക്ക് വേണമെങ്കിൽ പോകാം കേട്ടോ. നമ്മൾ ഏതായാലും കുറച്ച് ദൂരം അങ്ങ് പോകാൻ തീരുമാനിച്ചു. നമ്മൾ പോകുന്നിടത്തോളം ദൂരം പോകാൻ തീരുമാനിച്ചു. അപ്പോൾ പോകുന്ന വഴികളെല്ലാം ഇതുപോലത്തെ കാഴ്ചകളാണ്. പിന്നെ നമ്മൾ ഈ വന്ന സമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സീസൺ ടൈം ഒന്നും അല്ല കേട്ടോ, സീസൺ അല്ലാത്ത ടൈമാണ്. സീസൺ ടൈമിൽ ഇങ്ങനെയൊന്നും ഈ ഒരു കാഴ്ചകളൊന്നും കിട്ടത്തില്ല. കാരണം ഫുള്ള് മഞ്ഞ് മൊത്തം മൂടി നിറഞ്ഞു നിൽക്കുന്ന ഒരു കാഴ്ചയാണ് മേഘമല. ശരിക്കും മേഘങ്ങളാൽ നിറഞ്ഞൊരു സ്ഥലം കൂടിയാണ് മേഘമല. അതാണ് മേഘമല എന്ന പേര് വരാൻ കാരണമെന്നാണ് ഇവിടെയുള്ളവർ പറഞ്ഞത്. എപ്പോഴും സീസൺ ടൈമിലൊക്കെ കൂടുതലും മഞ്ഞ് നിറഞ്ഞ് ഇങ്ങനെ കിടക്കും. അപ്പം നമുക്ക് അധികം കാഴ്ചകളൊന്നും നമുക്ക് കാണാൻ പറ്റില്ല, ഫുള്ള് മഞ്ഞും കാര്യങ്ങളൊക്കെ ആയിരിക്കും. അപ്പോൾ സീസൺ അല്ലാത്ത ടൈമിൽ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇവിടുത്തെ പ്രകൃതി ഭംഗിയൊക്കെ കൂടുതലായിട്ട് ആസ്വദിക്കാൻ പറ്റും കേട്ടോ. അപ്പം നമ്മളിതേ മഹാരാജമഠത്തിലേക്കുള്ള വഴി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. പോകുന്ന വഴിക്ക് ഇതുപോലത്തെ ചെറിയ ചെറിയ ഹെയർ പിന്നും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ നല്ല വഴിയാട്ടോ. ഈ പോകുന്ന നമ്മൾ ഈ സോളിങ് വഴി ആരംഭിക്കുന്നോടം വരെ നല്ല വഴിയാണ്. ഇതൊക്കെ ഹൈവേസ് ഡാമിൻ്റെ ഓരോ ഭാഗങ്ങളാണ് കേട്ടോ. അവിടെ ആൾക്കാർ തുണി അലക്കുന്നതും അതുപോലെ മീൻ പിടിക്കുന്ന കാഴ്ചയൊക്കെ നമുക്കിവിടെ കാണാൻ പറ്റും. എന്തായാലും അതിമനോഹരമായിരുന്നു മേഘമല. നമ്മൾ എന്നാ പറയണേ, യൂട്യൂബിലാണ് ആദ്യമായിട്ട് മേഘമലയെ പറ്റി അറിയുന്നത്. അധികം സഞ്ചാരികളൊന്നും അറിയാതെ കിടക്കുന്ന ഒരു സ്ഥലം കൂടിയാണ് മേഘമല. കാരണം നമ്മൾ പോയി കഴിഞ്ഞപ്പം വളരെ വിരലിലെണ്ണാവുന്ന വിനോദസഞ്ചാരികളെ ഇങ്ങോട്ട് കയറി വരുന്നുണ്ടായിരുന്നുള്ളൂ. അപ്പം നിങ്ങൾ ഒരിക്കലെങ്കിലും മേഘമല സന്ദർശിക്കുക, ഇവിടുത്തെ ഭംഗിയൊക്കെ ആസ്വദിക്കുക. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഉറപ്പായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത എല്ലാവരും ഉറപ്പായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇതുപോലത്തെ കിഡിലും വീഡിയോ ആയിട്ട് നമുക്ക് ഇനിയും കാണാം കേട്ടോ.